ഇന്നത്തെ യാത്ര അനന്തപുരി കാണാനാണ്. ഞാൻ ഒരുപാട് തവണ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ അടുത്തറിഞ്ഞിട്ടില്ല ഈ നഗരം. സിനിമയിലെ ഡയലോഗ് പോലെ നമുക്കൊന്ന് തിരുവനന്തപുരത്തോട്ട് വിളിച്ചാലോ? അതെ, കേരളത്തിൻ്റെ തലസ്ഥാന നഗരി. ശരിക്കും അതിനു പുറമെ എൻ്റെ എപ്പോഴും ആകർഷിക്കുന്നത് ഇവിടുത്തെ ചരിത്രം തന്നെയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ഹിസ്റ്ററി. എന്നാൽ ഇപ്പോഴോ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഓരോ യാത്രയിലും അവിടുത്തെ ചരിത്രം അറിയാനാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നഗരമാണിത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ആണ് പണ്ട് വന്നിട്ടുള്ളത്. അന്ന് എയോ ബിയോ നിലവറയോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് മനസ്സമാധാനത്തോടെ ഏതൊരു അമ്പലത്തിൽ പോയി തൊഴുന്ന പോലെയും തൊഴുത് കണ്ടിറങ്ങി വരാമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. പേന, ചാർജർ, സൺഗ്ലാസ്, കാർ കീ, എന്തിന് പറയുന്നു, കുട പോലും അകത്തവർ കയറ്റിവിടില്ല. വിശ്വാസികൾ മാത്രമല്ല കേട്ടോ ഇവിടെ പോകുന്നത്. ചരിത്രം, ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. പട്ടാളം വരെ കാവൽ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. അതേപോലെ വിഷുവിൻ്റെ അന്ന് രാവിലെ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നും ഒരു പ്രകാശരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത് കാൽ വിരലിൽ മുട്ടി നിൽക്കും. പത്മനാഭസ്വാമിയെ സൂര്യഭഗവാൻ വണങ്ങുന്നു എന്ന് ശാസ്ത്രം. മഴ പെയ്താലും അതേപോലെ പകൽ നോക്കിയാൽ പോലും ആ ദ്വാരം കാണില്ല. പക്ഷേ 1000 കൊല്ലത്തിനു മുൻപ് അത് പണിയിച്ച രാജാവിനും ശില്പിക്കും അതേപോലെ പൂജാരിക്കും അറിയാമായിരുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ ഏത് ദിശയിൽ നിൽക്കുമെന്നും എവിടെ ദ്വാരമുണ്ടാക്കിയാൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമെന്നും. വർഷത്തിൽ 2 തവണ മാത്രം കാണാൻ സാധിക്കുന്ന അത്ഭുതം. ക്ഷേത്രത്തിലെ ഗോപുരത്തിൽ 7 നിലയിലെ ഓരോ നിലയിലും ചതുരത്തിൽ സൂര്യരശ്മികൾ വന്നു പതിയും. സൂര്യരശ്മികൾ ഏത് ആംഗിളിൽ എങ്ങോട്ട് വീഴുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാരം 365 തൂണിലാണ്. ഒരു സൗരവർഷം 365 ദിവസമാണെന്ന് AD 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് സായിപ്പിന് പോലും മനസ്സിലായത്. പക്ഷേ 1000 വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിതപ്പോൾ അതിൻ്റെ മേൽക്കൂരയുടെ ഭാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജനുവരി 1 സൂര്യൻ നിൽക്കുന്നത് 1ാമത്തെ തൂണിൽ, 2 2ാമത്തെ തൂണ്, അങ്ങനെ 365 ദിവസം സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നത്. ഓരോ ദിവസവും അതാത് സ്ഥലത്ത് ഓരോ തൂണുണ്ട്. 365 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂണ് 4/1 ഹൈറ്റേ ഉള്ളൂ, 365 ഈ കാൽ തൂൺ ഉപയോഗിച്ചിട്ടാണ് ലീപ്പ് ഇയർ കാൽക്കുലേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. 1000 കൊല്ലത്തിന് മുൻപ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിയിച്ച രാജാവിനും ശില്പിക്കും പൂജാരിക്കും അറിയാമായിരുന്നു ഒരു സൗരവർഷം 365 ആണെന്ന്. ഇതേപോലെ എത്രയെത്ര ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാടാണ് അനന്തപുരി.